ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒന്ന് പറയാൻ വന്നത്, ഞാൻ ആക്ച്വലി ഓഫീസിൽ നിന്ന് പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ അതിനുശേഷം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ആക്ഷൻ ക്യാമറ അങ്ങനെ റെഗുലറായിട്ട് ഉപയോഗിക്കാറില്ല. ഇതിപ്പോൾ എൻ്റെ DJI ആക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ആക്ഷൻ ക്യാമറ DJI ആക്ഷൻ 4 ആണ്. ഞാൻ ഇതിൽ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ വേറെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ റൂട്ടിൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ വന്നേ, നമ്മുടെ സാംസങ് യൂസേഴ്സിന് ആക്ച്വലി ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, നമ്മളെല്ലാവരും സാംസങ്, ഇപ്പോൾ ഞാനും ആക്ച്വലി ഇപ്പോൾ എൻ്റെ പ്രൈമറി ഫോൺ സാംസങ് ആക്കി, നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഐഫോൺ സെക്കൻഡറി ആക്കി. ഞാൻ എല്ലാത്തിനും എടുത്ത് പറയാറില്ല. എന്ന് വെച്ചാൽ ആദ്യം ഇത്ര കാലം ഞാൻ ഐഫോൺ ഉപയോഗിക്കുന്നതാണ്. iOS 18 വന്നതിന് ശേഷം ഞാനാണ് ഇത് സെക്കൻഡറി ആക്കിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സാംസങ് യൂസേഴ്സിന് ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, One UI 7 ഇപ്പോൾ ഒന്നും കൂടിയും ലേറ്റ് ആവാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ സാംസങ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഓൾറെഡി നമ്മുടെ യൂറോപ്പിലൊക്കെ അവർ നമ്മുടെ One UI 7 ബീറ്റ 3 വേർഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നേരെ അടുത്ത് സ്റ്റേബിൾ വേർഷൻ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇനി ബീറ്റ 4ഉം, അതായത് യൂറോപ്പ് വേർഷനിൽ യൂട്യൂബ് ബീറ്റ 4ഉം ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇനി സ്റ്റേബിൾ വേർഷൻ ഇറങ്ങുള്ളൂ എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ, ഇനി എന്തായാലും ലേറ്റ് ആവാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ലാസ്റ്റോ അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് നമ്മുടെ സാംസങ് S24 സീരീസുകൾക്ക് ഇനി അപ്ഡേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ S23 സീരീസുകൾക്കും S22 സീരീസുകൾക്കും ഇനിയും ലേറ്റ് ആവും. മിനിമം ഏപ്രിൽ മെയ് ഒക്കെ ആവാൻ ഭയങ്കര സാധ്യത കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സാംസങ് S23 സീരീസുകൾക്ക് ഏപ്രിലും അതുപോലെ തന്നെ ബാക്കിയുള്ള സീരീസുകൾക്ക് മെയ് ജൂൺ ആ റേഞ്ചിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ലാഗ് വന്നിട്ടുണ്ട്. ഓൾറെഡി One UI 7 നല്ല ലാഗ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി അവർ ലാഗ് ചെയ്ത് ആകെ ലംബാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഇത്ര അധികം One UI കുറച്ച് വീഡിയോസും അതുപോലെ എന്താ പറയുക, അവർ ഒന്നാമത് S25 സീരീസ് ഇറക്കിയപ്പോൾ ഭയങ്കര പൊക്കി പറയലായിരുന്നു നമ്മുടെ One UI 7. പക്ഷെ എന്നിട്ട് പോലും അവർ ഇത് കറക്റ്റായിട്ട് ഇറക്കിയില്ല. അത് ഒരു വൺ നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഒരു കാര്യം അത് ക്ലാരിഫൈ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ സാംസങ് S25 സീരീസിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ AI ഉണ്ടല്ലോ, കുറേ AI ഫീച്ചേഴ്സുകളൊക്കെ പോകുന്നുണ്ട്. അത് ആക്ച്വലി ഇപ്പോൾ സാംസങ് S23 അൾട്രയിലൊന്നും അപ്ഡേറ്റിന് ശേഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്പെസിഫിക് ടു S25 സീരീസാണ്. എന്താ വെച്ചാൽ അതിൻ്റെ പ്രൊസസ്സറിന് അത് നമ്മുടെ എന്താ ക്യാപ്പബിൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ സ്നാപ്ഡ്രാഗൺ Gen 2 അത് പറ്റില്ല. അപ്പോൾ അതിന് ഒരു സ്പെസിഫിക് റീജിയൻസും സംഭവം അപ്പോൾ ഭയങ്കര കൂടുതലാണ് നമ്മുടെ 8L8-ന്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് അതിൽ ഉണ്ടാവും. അത് അപ്ഡേറ്റിന് ശേഷം മോട്ടീന് നമുക്ക് ഇതിൽ വരും. നമ്മുടെ നോർമൽ S24 സീരീസ് ഇറങ്ങി അങ്ങനെയായിരുന്നല്ലോ. S24 ഉണ്ടായിരുന്ന അപ്ഡേറ്റ് ഒക്കെ നമുക്ക് S23 വന്നപ്പോൾ കിട്ടി. അപ്പോൾ അതേപോലെ വരില്ല കേട്ടോ ഫുള്ള്. അത് ഇനി അത് പ്രതീക്ഷിച്ച് ആരെയും പിടിക്കേണ്ട. അപ്പോൾ എന്തായാലും ലേറ്റ് ആവും. എനിക്ക് ആക്ച്വലി ഭയങ്കര ബാഡ് ന്യൂസ് ആയിട്ട് തോന്നിയിട്ട്, എന്താ വെച്ചാൽ ഞാൻ ശരിക്കും ആക്ച്വലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ One UI 7 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മുടെ One UI സീരീസിൽ തന്നെ അത്യാവശ്യം നല്ല അപ്ഡേറ്റ് ആയിരുന്നു. അതിന് റിവ്യൂ കാരണം കിട്ടിയതാണ്. പക്ഷേ സാധനം എപ്പോഴും പിന്നെയും ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ അതൊന്നും അറിയിക്കാനും വന്നപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്. എൻ്റെ പേര് അജയ്. ഞാൻ ഫൈനാൻഷ്യൽ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ടെക്കിലും അതുപോലെ തന്നെ ഫൈനാൻഷ്യലും എക്സ്പീരിയൻസാണ്, ക്വാളിഫൈഡ് ആണ്. അത് നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നത്. അപ്പോൾ അടുത്ത കാണാം.